ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ തെക്കുവശത്തുള്ള സ്റ്റേജിനോട് ചേർന്ന കവാടത്തിലും കൃഷ്ണ കോവിലിലുമാണ് റാമ്പ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഭിന്നശേഷിക്കാരായ ഭക്തർക്ക് ഇനി മുതൽ 7:30 പൊന്നാന ദർശനം നേരിൽ കാണാനും ക്ഷേത്ര മതിൽക്കകത്തെ മറ്റു പരിപാടികളിൽ പങ്കെടുക്കാനും സാധിക്കും. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്ര ഉപദേശക സമിതിയുടെ നിവേദനത്തെ തുടർന്നാണ് റാമ്പ് സൗകര്യം ഒരുക്കിയത്. ദേവസ്വം വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ റാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഒട്ടേറെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും. ഏതാണ്ട് 225 ലക്ഷത്തോളം രൂപ നമ്മളിപ്പോൾ വിവിധ വികസന പ്രവർത്തനങ്ങൾക്കായി മുടക്കിക്കഴിഞ്ഞു. ഇതിലേറ്റവും മനസ്സിന് സുഖം തന്ന ഒരു പ്രവർത്തനമാണ് ഭിന്നശേഷിക്കാർക്ക് ക്ഷേത്രത്തിൽ ശ്രീകോവിലിന് മുമ്പിൽ വന്ന് തൊഴാനുള്ള അവസരം ഉണ്ടാക്കുന്ന ഒരു റാമ്പ് ഉണ്ടാക്കുകയായിരുന്നു. ഒരിക്കലിവിടെ വന്നപ്പോൾ ഭിന്നശേഷിക്കാരായ സുഹൃത്തുക്കൾ നൽകിയൊരു നിവേദനമാണ് വളരെ പെട്ടെന്ന് ഇത് ചെയ്യണമെന്ന് തോന്നലേക്ക് ഞങ്ങൾ എത്തിയത്. അപ്പോൾ ആവശ്യമായ നിർദ്ദേശം കൊടുത്തു, അതിനാവശ്യമായ ഫണ്ട് അനുവദിച്ചു. വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു. ഇതിപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഭക്തജനങ്ങൾക്ക് ഇവിടെ വന്ന് എല്ലാവരെയും പോലെ ദർശനം ഉറപ്പാക്കാൻ കഴിയുന്ന സാഹചര്യം സംജാതമാക്കി അവരുടെ സമൃദ്ധി എൻ്റെ സമൃദ്ധിയായി മാറ്റപ്പെടുകയാണ്. ഭിന്നശേഷിക്കാരായ ഗൗരി, പത്മകുമാർ എന്നിവരെ റാമ്പിലൂടെ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിപ്പിച്ചു. ഏറ്റുമാനൂരപ്പന്റെ കൊടിമര ചുവട്ടിലെത്തി തൊഴാൻ അവസരം നൽകിയ മന്ത്രിയോടുള്ള നന്ദിയും ഗൗരിയും പത്മകുമാറും അറിയിച്ചു. ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ സന്തോഷമുള്ള ദിവസമാണെന്ന് വേണമെങ്കിൽ എനിക്ക് പറയാനായിട്ട് സാധിക്കും. മന്ത്രി വി.എൻ. വാസവൻ സാർ ഇത് ഒരുക്കി തന്നതിൽ, ഇത്രയും വേഗം ഒരുക്കി തന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ഏറ്റുമാനൂരപ്പൻ്റെ മണ്ണിൽ ഇവിടെ ഞാൻ താമസിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായിട്ടും എനിക്ക് ഇപ്പോഴാണ് ഇങ്ങനെയൊന്ന് വന്ന് തൊഴാനായിട്ട് വർഷങ്ങൾക്ക് ശേഷം സാധിക്കുന്നത്. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ചടങ്ങിൽ ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ്. അഭിലാഷ്, നഗരസഭാംഗം ഇ.എസ്. ബിജു, പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ അമൃത രാജീവ്, ഉപദേശക സമിതി സെക്രട്ടറി മഹേഷ് രാഘവൻ, പ്രസിഡന്റ് പി.കെ. രാജൻ എന്നിവർ സംസാരിച്ചു. ഭിന്നശേഷിക്കാർക്ക് 7:30 പൊന്നാന ദർശനം നടത്തുന്നതിന് പ്രത്യേക ദർശന സൗകര്യം ഏർപ്പെടുത്തുമെന്നും ഉപദേശക സമിതി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.